അവള് ക്ഷീണിതയാണോ, അവള് ടയേർഡ് ആണോ? നമ്മൾ ക്ഷീണമുള്ള അവസ്ഥയെ ടയേർഡ് എന്ന് പറയും. അവള് ക്ഷീണിതയാണോ എങ്ങനെ പറയും? അവൾ. നമ്മൾ പഠിച്ചു ഷീ. അപ്പോൾ ഇത് നിന്റെ ബാഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈസ് ദിസ് യുവർ ബാഗ്, അതേപോലെ തന്നെ ഇവിടെ ഇത് എന്നല്ല അവൾ. അപ്പോൾ ഷീ, ദിസിന് പകരം ഷീ വേണം. ഈസ് ഷീ യുവർ ബാഗ് അല്ല, അവളുടെ അവസ്ഥ പറയാ. ടയേർഡ് ആണോ? ഈസ് ഷീ ടയേർഡ്? ഈസ് ഷീ ടയേർഡ്? അവള് തളർന്നിരിക്കുകയാണോ? ഈസ് ഷീ ടയേർഡ്? അവനായിരുന്നെങ്കിലോ? അവനാണെങ്കിൽ ഹി. അവളാണ് ഷീ, ഇവൾ അവൾ, അതൊക്കെ ഷീ ആണ്. ഇവൻ അവൻ, അതൊക്കെ ഹി ആണ്. അവൻ ടയേർഡ് ആണോ? ഈസ് ഹി ടയേർഡ്? ഈസ് ഹി ടയേർഡ്? അത് മനസ്സിലായില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇതേമാതിരി ചോദിക്കാം. അപ്പൊ നിനക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു ആണ് ഉപയോഗിക്കുക കേട്ടോ. ഇപ്പൊ ഈസ് ഷീ ടയേർഡ് പോലെ തന്നെ യു വരുമ്പോൾ നമ്മൾ എപ്പോഴും ആർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ അവൾ അവനൊക്കെ ഇസ് ആണ് ഉപയോഗിച്ചത്. ഇറ്റ് ആണെങ്കിലും ഇസ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ അവ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആർ ഉപയോഗിച്ചില്ലേ? കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരാളെ ഉള്ളൂ, നീ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ എങ്കിലും നമ്മൾ ആരാണ് ഉപയോഗിക്കുക കേട്ടോ. കുഞ്ഞൊരു കാര്യമാണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ ഇനി കുറേ സെൻറ്റൻസുകൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി ടയേർഡ് പോലത്തെ ഒരു അവസ്ഥയാണ് വിശപ്പുള്ള അവസ്ഥ. അതിന് ഹംഗ്രി എന്നാണ് പറയുക. ഹംഗ്രി. അപ്പോൾ നിനക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? അതെ വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ ഉത്തരം കൊടുക്കുക. അപ്പോൾ യെസ് എനിക്ക് ഐ ആണ് കേട്ടോ. യെസ് ഐ ആം. നിനക്ക് യു, എനിക്ക് ഐ. നീയും യു തന്നെയാണ്, ഞാനും ഐ തന്നെയാണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിനക്ക്, ഐ എന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. ഓക്കെ. അപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? യെസ് എനിക്ക് വിശക്കുന്നുണ്ട്. യെസ് ഐ ആം. അപ്പോൾ ഫുൾ പറയണമെങ്കിൽ യെസ് ഐ ആം ഹംഗ്രി അങ്ങനെ പറയാം, അല്ലെങ്കിൽ യെസ് ഐ ആം എന്ന് പറയാം. അപ്പോൾ അവിടെ ആർ യു എന്ന് പറഞ്ഞു, ഐ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ആം വന്നു. യെസ് ഐ ആം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ ലേറ്റ് ആണോ അതെങ്ങനെ ചോദിക്കും? ഇതേപോലെ തന്നെ ഈസ് ഷീ ടയേർഡ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വി ആണ് നമ്മൾ. നമ്മൾ ലേറ്റ് ആണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്നുള്ള വാക്കില്ലേ, അത് വി ആണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ കുറേ പേരില്ലേ, അപ്പം നമ്മൾ ആർ ഉപയോഗിക്കണം കേട്ടോ. ആർ വി ലേറ്റ്? അതാണ് നമ്മൾ ലേറ്റ് ആണോ. ആർ വി ലേറ്റ്? നമ്മൾ ലേറ്റ് ആണോ? അല്ല, നമ്മൾ ലേറ്റ് അല്ല. എങ്ങനെ പറയും? അല്ല എന്ന് പറയാൻ നോ. നോ വി ആർ ഇൻറ്റ്. നമ്മൾ ലേറ്റ് അല്ല. നോ വി ആർ ഇൻറ്റ്. വിയുടെ കൂടെ എപ്പോഴും ആറാണ് വരുന്നത് അല്ലേ? നേരത്തെ ഐയുടെ കൂടെ ആം വന്നു, യുടെ കൂടെ ആർ വന്നു അല്ലേ? ഇറ്റിൻ്റെ കൂടെ എസ് വന്നു, ദേയുടെ കൂടെ ആർ വന്നു. അപ്പോൾ ആ പാറ്റേൺ ഇങ്ങനെ ഓർക്കണം കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ നമ്മൾക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ വീണ്ടും വീണ്ടും പല അവസരങ്ങളിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓർക്കാൻ എളുപ്പമാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരില്ല, അത് സാരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആണോ? ആർ വി ലേറ്റ്? ആർ വി ലേറ്റ്? ഞാൻ ലേറ്റ് ആണോ എന്ന് ചോദിക്കണമെങ്കിലോ ആം ഐ ലേറ്റ്? അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ, അപ്പോൾ ഐയുടെ കൂടെ ആം ആണ് വരിക. ആം ഐ ലേറ്റ്? ഞാൻ ലേറ്റ് ആണോ? ആം ഐ ലേറ്റ്? ആ നീ ലേറ്റാ എങ്ങനെ പറയും? നീ എന്ന് പറഞ്ഞാൽ യു, യുടെ കൂടെ ആരാ വരിക? ആർ. യെസ് യു ആർ. യെസ് യു ആർ. നമ്മൾ ആദ്യം പഠിച്ചില്ലേ അതെൻ്റെ ബാഗ് ആണോ? അതെങ്ങനെ നമ്മൾ പറയാ? ഇസ് ദാറ്റ് മൈ ബാഗ് അല്ലേ? ഇസ് ദാറ്റ് മൈ ബാഗ്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, അതെൻ്റെ കൊടയാണോ? എങ്ങനെ ചോദിക്കും? അത് എന്ന് പറയാൻ ദാറ്റ്. എൻ്റെ കൊട എന്ന് പറയാൻ മൈ അംബ്രേല. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കൂ. ഇസ് ദാറ്റ് മൈ അംബ്രേല? അതെൻ്റെ കൊടയാണോ? ഇസ് ദാറ്റ് മൈ അംബ്രേല? അല്ല, ഇത് എൻ്റെ ആണ്. അങ്ങനെ പറയാ? നോ ദിസ് ഇസ് മൈൻ. നോ
ദിസ് ഇസ് മൈൻ. ഇത് എൻ്റെ ആണ്. ഇത് ദിസ് ഇസ് മൈൻ. ദിസിൻ്റെ കൂടെ എപ്പോഴും ഇസ് വേണം കേട്ടോ. ദിസ് ഇസ് മൈൻ. അപ്പം ആദ്യത്തത് ചോദ്യമാണ് അല്ലേ, രണ്ടാമത്തത് അല്ല ഇത് എൻ്റെ ആണ് എന്നുള്ള ഉത്തരമാണ്. അപ്പം ചോദ്യത്തിൽ ആ ഇസ് കിടക്കണത് ആദ്യം. ഇസ് ദാറ്റ് മൈ അംബ്രേല? ഉത്തരത്തിലോ ദിസ് ഇസ് മൈൻ. ഇടയിലാണ് കിടക്കുന്നത്. ദിസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദിസ് ഇസ് മൈൻ. ഇനി അടുത്ത് ചോദിക്കാം, ഇത് നിന്റെ കാറാണോ? എങ്ങനെ ചോദിക്കും? ഇത് ദിസ് നിന്റെ കാർ, യോർ കാർ. ഇത് നിന്റെ കാറാണോ? ഇസ് ദിസ് യോർ കാർ? ഇസ് ദിസ് യോർ കാർ? അതെ, യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ്. അതേന്ന് പറയാണ്. അത് നിന്റെ കാറാണോ? അതെങ്ങനെ ചോദിക്കും? അപ്പം നമ്മൾ പറഞ്ഞത് ഇത് നിന്റെ കാറാണോ. ഇനി ചോദിക്കണത് അത് നിന്റെ കാറാണോ എന്നാണെങ്കിൽ ഇസ് ദാറ്റ് യുവർ കാർ? അത് നിന്റെ കാറാണോ? ഇസ് ദാറ്റ് യുവർ കാർ? അല്ല, അങ്ങനെ പറയും നോ ഇറ്റ് ഈസ് നോട്ട്, അല്ലെങ്കിൽ നോ ഇറ്റ്സ് നോട്ട്. ഇറ്റ് ഈസിനെ ചുരുക്കിയിട്ട് IT' എന്ന് എഴുതാം. അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ മുകളിൽ ഇടുന്ന കോമ കേട്ടോ. നോ ഇറ്റ്സ് നോട്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കിയാലോ. അല്ല ഇത് എൻ്റെ ആണ് എങ്ങനെ പറയും? സോറി എൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ സോറി ഇറ്റ് ഈസ് മൈൻ. എൻ്റെ ആണ്. കാർ അവിടെ വഴിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അയ്യോ ക്ഷമിക്കണേ ഇത് എൻ്റെയാണ്. സോറി ഇറ്റ് ഈസ് മൈൻ. എൻ്റേതാണ്. ഓക്കെ. ഇത് അവളുടേതാണോ എങ്ങനെ ചോദിക്കും? ഒന്നില്ലെങ്കിൽ ഈസ് ദിസ് അവളുടേത് എന്ന് പറയാൻ ഹേഴ്സ്. ഇത് അവളുടേതാണെന്ന് പറയണമെങ്കിൽ ഈസ് ഇറ്റ് ഹേഴ്സ്, അല്ലെങ്കിൽ ഈസ് ദിസ് ഹേഴ്സ് അല്ലേ. നിൻ്റേതാണെന്ന് പറയാൻ യോഴ്സ്, അവളുടേതാണെന്ന് പറയാൻ ഹേഴ്സ്, എൻ്റേതാണെന്ന് പറയാൻ മൈൻ, അവൻ്റേതാണെന്ന് പറയാൻ ഹിസ്. ഇത് അവളുടേതാണോ? ഇസ് ഇറ്റ് ഹേഴ്സ്? എനിക്കറിയില്ല എങ്ങനെ പറയും? ഐ ഡോണ്ട് നോ. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. നമ്മൾ ഡൂൺ ഡോണ്ട് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ. ഒരു സെൻറ്റൻസ് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാം. അവൾ സ്കൂളിലാണോ എങ്ങനെ ചോദിക്കും? സ്കൂളിൽ എന്ന് പറയാൻ ഇൻ സ്കൂൾ. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള അർത്ഥമാണ്. അവൾ സ്കൂളിലാണോ എങ്ങനെ ചോദിക്കും? അവൾ എന്ന് പറയാൻ ഷീ. അപ്പോൾ ഇസ് ഷീ എവിടെ? ഇൻ സ്കൂൾ. ഇസ് ഷീ ഇൻ സ്കൂൾ? അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണോ, ആ സ്ഥലത്ത് പോയിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഷീ അറ്റ് സ്കൂൾ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ചില കുട്ടികളുടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിലാണോ അല്ലെങ്കിൽ കോളേജിലാണോ എന്ന് അറിയില്ല. അപ്പോൾ ചില ആൾക്കാർ വന്ന് ചോദിക്കും സ്കൂളിലാണോ പഠിക്കുകയാണോ അവൾ എന്ന് ചോദിക്കില്ലേ, അതാണ് ഇസ് ഷീ ഇൻ സ്കൂൾ. അല്ലെങ്കിൽ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണോ, അവളെ കാണുന്നില്ല, വീട്ടിൽ കാണുന്നില്ല, സ്കൂളിൽ പോയിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഷീ അറ്റ് സ്കൂൾ. ഈ ഇന്നും അറ്റും എങ്ങനെയാണ് വരിക അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ഈ 2 സെൻറ്റൻസ് പഠിക്കാം കേട്ടോ. അവൾ സ്കൂളിലാണ് എങ്ങനെ പറയും? യെസ് ഷീ ഇസ്. അതെ, അവൾ സ്കൂളിലാണ്. അല്ലെങ്കിലോ നോ ഷീ ഈസ് നോട്ട് അങ്ങനെ പറയാം. എന്നാൽ ഇതേപോലെ ചോദ്യം ചോദിക്കാം, അവർ ഇന്ത്യയിലാണോ എങ്ങനെ ചോദിക്കും? അവർ എന്ന് പറയാൻ ദേ. അവരുടെ കൂടെ ആരാ വരിക? ആർ. ആർ ദേ ഇൻ ഇന്ത്യ? അവർ ഇന്ത്യയിലാണോ? ആർ ദേ ഇൻ ഇന്ത്യ? അല്ല. നോ ദേ ആർ നോട്ട്. ആണ് എന്ന് പറയാൻ യെസ് ദേ ആർ. അപ്പം നമ്മൾ അവർ ഇന്ത്യയിലാണോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ദേ വന്നത്. ആർ ദേ കേട്ടോ. ഇവിടെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ? നമ്മൾ നാട്ടിൽ ഹോട്ടലിൽ നിന്ന് വിളിക്കുമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ അങ്ങനെ ചോദിക്കും. അടുത്ത് എവിടെയെങ്കിലും എന്ന് പറയാൻ നിയർ ബൈ അല്ലേ. നിയർ ബൈ നമ്മൾ പഠിച്ചു. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ എങ്ങനെ പറയും? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ദെയർ അല്ലെങ്കിൽ ആർ ദെയർ എന്നാണ് ഉപയോഗിക്കുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് പ്ലൂറൽ ബഹുവചനം വന്നുകൊണ്ട് ആർ ദെയർ എന്ന് വേണം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദെയർ കേട്ടോ. ഇവിടെ ബഹുവചനം വന്നുകൊണ്ട് ആർ ദെയർ. എന്താണ്? ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്, എനി റെസ്റ്റോറൻറ്റ്സ്. ആർ ദെയർ എനി റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ? ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ അടുത്ത്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആർ ദെയർ എനി റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ? അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകൾ ഉണ്ടോ? ആർ ദെയർ എനി റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ? ആർ ദെയർ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്ത്? എനി റെസ്റ്റോറൻറ്റ്സ്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകൾ. എവിടെ? ഈ അടുത്ത്, നിയർ ബൈ. മനസ്സിലായോ? ഉണ്ട് എന്ന് പറയാൻ യെസ് ദെയർ ആർ. ഉണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്.
യെസ് ദെയർ ആർ. അടുത്ത സെൻറ്റൻസ് ചോദിക്കട്ടെ. അവൾ ഹാപ്പി ആണോ? എങ്ങനെ ചോദിക്കും? അവൾ ടയേർഡ് ആണോ എന്നെങ്ങനെ ചോദിച്ചു? ഇസ് ഷി ടയേർഡ്. അവൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഷി ഹാപ്പി. അവൾ ഇപ്പം ഹാപ്പി ആണോ? അപ്പം ഞാനൊരു മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കും? ഇപ്പോൾ എന്ന് പറയാൻ നൗ. നൗ. ഇസ് ഷി ഹാപ്പി നൗ? അവൾ ഹാപ്പി ആണോ? ഇസ് ഷി ഹാപ്പി നൗ? കേട്ടോ? അവൾ ഹാപ്പിയാണ്. യെസ് ഷീ ഇസ്. ആ ചോദ്യത്തിലെ പോലെ തന്നെയാണ് ഉത്തരത്തിൽ വരുന്നത് അല്ലേ? അവൾ ആണ് എന്ന് പറയാൻ യെസ് ഷീ ഇസ്. നീ ദേഷ്യത്തിലാണോ? എങ്ങനെ പറയും? അല്ലെങ്കിൽ നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കും? നീ, യു. യുടെ കൂടെ ആർ. ആർ യു? ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ആംഗ്രി. ആർ യു ആംഗ്രി? നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? ആർ യു ആംഗ്രി? അല്ലെങ്കിൽ നീ ദേഷ്യത്തിലാണോ? ആർ യു ആംഗ്രി? അതെ, ഞാൻ ദേഷ്യത്തിലാണ്. എങ്ങനെ പറയും? ഞാൻ, ഐ. ഐയുടെ കൂടെ ആം. യെസ് ഐ ആം. യെസ് ഐ ആം. അവിടെ നമ്മൾ ചോദ്യത്തിൽ യു ചോദിച്ചു അല്ലേ? നമ്മളോട് ചോദിക്കുകയാണ് ആർ യു. അപ്പം നമ്മൾ ഉത്തരം പറയുമ്പോൾ ഞാൻ ദേഷ്യത്തിലാണെന്ന് പറയാൻ ഞാൻ എന്നുള്ള ഐ. കേട്ടോ? യെസ് ഐ ആം. ഇനി അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ജീവിതത്തിൽ യൂസും കൂടെ ചെയ്യാമല്ലോ. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്യും കേട്ടോ. ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഏതെങ്കിലും സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. ഒരു സന്തോഷമാവും അല്ലേ? അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ എത്താറായോ? അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ്. നമ്മൾ എന്ന് പറയുമ്പം വി, നമ്മൾ പറഞ്ഞിരുന്നു. വിയുടെ കൂടെ ആർ വേണം. അപ്പോൾ ആർ വി. അപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മളവിടെ എത്തിയോ അല്ലെങ്കിൽ എത്താറായോ എന്നൊക്കെയുള്ള അർത്ഥമാണ് ആർ വി ദേർ യെറ്റ്. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണ്. നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു സെൻറ്റൻസ് ആണ്. കാരണം യെറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതുവരെ എത്തിയോ അല്ലെങ്കിൽ എത്താറായോ എന്നുള്ള അർത്ഥമാണ് ആർ വി ദേർ യെറ്റ്. ദേർ എന്ന് വെച്ചാൽ അവിടെ. കേട്ടോ? ദേർ എന്ന് വെച്ചാൽ അവിടെ എന്നാണ് അർത്ഥം. എവിടെ എത്താറായോ എന്നുള്ള അർത്ഥമാണ് ആർ വി ദേർ യെറ്റ്. ഓക്കെ? അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം, നമ്മൾ എത്താറായോ? ആർ വി ദേർ യെറ്റ്? ആർ വി ദേർ യെറ്റ്? നമ്മൾ എത്താറായിട്ടില്ല. നോ വി ആർ ഇൻഡ്. കുറേയും കൂടെ ദൂരം പോവാനുണ്ട്. നോ വി ആർ ഇൻഡ്. ഞാൻ സംസാരിക്കുമ്പോൾ പുറകിലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കില്ലേ, എനിക്ക് ആവശ്യത്തിന് ഒച്ചയുണ്ടോ? അപ്പോൾ എനിക്ക് എന്ന് പറയാൻ ഐ. ഐയുടെ കൂടെ ആരാ? ആം. ആം ഐ? ആവശ്യത്തിന് ഒച്ച, ലൗഡ്. ലൗഡാണ് അല്ല ഒച്ചയുള്ളത്. ആം ഐ ലൗഡ്? എനിക്ക് ആവശ്യത്തിന് ഒച്ചയുണ്ടോ? ആം ഐ ലൗഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ആം ഐ ലൗഡ്? ആവശ്യത്തിന് ഒച്ച എന്ന് പറയാൻ ഇനഫ്. ആവശ്യത്തിന് ഇനഫ്. ആം ഐ ലൗഡ് ഇനഫ്? നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് എനിക്ക് ഒച്ചയുണ്ടോ എന്നാണ് ആം ഐ ലൗഡ് ഇനഫ്? അപ്പോൾ ആം ഐക്ക് പകരം ഐന് പകരം വേറെ ആര് വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഒച്ചയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ലൗഡ് ഇനഫ്? അങ്ങനെ ചോദിക്കാം. അപ്പോൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലായോ? പിന്നെ ഉത്തരം എങ്ങനെ പറയും? ആം ഐ ലൗഡ് ഇനഫ് എന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. യെസ് യു ആർ. നിങ്ങളെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. യെസ് യു ആർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ വീഡിയോസാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കോമെൻറ്റ്സിൽ അറിയിക്കണം. വേറെ ഇതേപോലെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.